എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും വയനാട് ദുരന്തത്തിൻ്റെ ഒരാഘാതത്തിലാണ്. ആദ്യമായി വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ടാക്സ് സേവിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത്തരമൊരു അവസരത്തിൽ ടാക്സ് സേവിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യുന്നത് എത്രമാത്രം ഉചിതമാണെന്നറിയില്ല. എങ്കിലും നമ്മളെ സംബന്ധിച്ച് പല ആളുകളും ഇത്തരം കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുകയും ധാരാളം സംഭാവനകളും മറ്റ് ആപത് സേവാ പ്രവർത്തനങ്ങളും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളും നമ്മളുടെ ഡൊണേഷനുമായിട്ട് ടാക്സ് സേവിങ്ങുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു വിഷയം വളരെ പ്രാധാന്യത്തോടു കൂടി ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയം പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സംബന്ധിച്ച് സാധാരണഗതിയിൽ ഒരു പഴഞ്ചൊല്ല് പറയുന്നതെന്ന് വെച്ചാൽ വലത്തെ കൈ ചെയ്യുന്നത് ഇടത്തെ കൈ അറിയാൻ പാടില്ല എന്നതാണ്. പക്ഷേ ആ ഒരു പഴമ വാക്ക് നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ വലത്തെ കൈ ചെയ്യുന്നത് ഇടത്തെ കൈ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഗുണങ്ങൾ ഈ ഒരു അവസരത്തിലുണ്ടാവും എന്നതുകൊണ്ട് പല ആളുകൾക്കും ഇത്തരം ഒരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പല ദിവസങ്ങളായിട്ട് കേൾക്കുന്നുണ്ട്, യൂസഫ് അലി സാർ ഒരു 5 കോടി കൊടുത്തു, അതേപോലെ തന്നെ രവി പിള്ള, അദാനി, മറ്റ് പ്രമുഖരായിട്ടുള്ള നമ്മുടെ സെലിബ്രിറ്റികളായിട്ടുള്ള മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, പല ആളുകളും വലിയ വലിയ എമൗണ്ടുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുന്ന അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ നിൽക്കുന്നുണ്ട്. നിങ്ങളിത്തരം ഈ ഒരു അവസരത്തിൽ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകളോ പൊളിറ്റിക്സോ ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്, ഇത്തരം ഒരു അവസരം വരുമ്പോൾ നമ്മളെല്ലാ മലയാളികളും ഒരുമിച്ച് നിന്ന് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കയ്യും മെയ്യും മറന്നിട്ട് ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കുക, അതല്ലെങ്കിൽ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളൊരു വളരെ വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ ഒരു കാര്യം തന്നെ ഇവിടെ ഉപയോഗപ്പെടുത്തണം എന്നതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പല ആളുകളും. കാരണം ഈ ഒരു അവസരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്ന ആളുകൾ നമ്മുടെ സൈന്യം, അതേപോലെ തന്നെ സൈന്യത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ, പല മേഖലകളിൽപ്പെട്ട പല സന്നദ്ധ സംഘടനകളുടെയും സന്നദ്ധ സംഘടനകളല്ലാത്ത സ്വന്തം നിലയ്ക്കും പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ, ദാനധർമ്മം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരം ഒരു വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ടാക്സേഷനുമായിട്ട് ഏത് രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് പറയുമ്പോൾ പല ആളുകളും ഇന്നിപ്പോൾ സത്യത്തിൽ രാവിലെ എൻ്റെ അടുത്ത് 1-2 ആളുകൾ സമീപിച്ചു. അതാണ് സത്യത്തിൽ ഇങ്ങനത്തെ ഒരു വിഷയം ഇന്ന് തന്നെ അവതരിപ്പിക്കാൻ ഞാൻ ആലോചിച്ചത്. കാരണം ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വയനാട് മേഖലകളിൽ ഒഴിപ്പിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, ഭക്ഷണം കഴിക്കാൻ സാധ്യതയില്ലാത്ത ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കേരളം മുഴുക്കെ നമ്മളിപ്പോൾ വയനാട് എന്നുള്ളൊരു ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയും നമുക്ക് ഉള്ള പരമാവധി ഊർജം, അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ, ഇതെല്ലാം പല ഭാഗങ്ങളിൽ നിന്നും സംഘടിപ്പിക്കുകയും അവിടെ കൊണ്ടിട്ട് ഡംപ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്. കാരണം വെച്ചാൽ ഇത് ഒരിക്കൽ 2018 ദുരന്തമുണ്ടായ സമയത്ത് നേരിട്ട് അനുഭവിച്ചൊരു സംഗതിയാണ്. കാരണം വെച്ചാൽ എൻ്റെ നാട്ടിൽ നിന്ന് ഞാനും കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉൾപ്പെടെ ഒരുപാട് ധാന്യങ്ങളും മരുന്നുകളും ഉടുപ്പുകളും പലതും സംഘടിപ്പിച്ച് സ്വരൂപിച്ച് നമ്മൾ പാലക്കാട് കലക്ട്രേറ്റിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായ നെല്ലിയാമ്പതിയിലേക്ക് എത്തിക്കുന്നതിന്. പക്ഷേ അവിടെ ചെന്ന് നമ്മൾ കണ്ട സമയത്തുണ്ടായിരുന്ന കാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായിരുന്നു. കാരണം കേരളത്തിൻ്റെയും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ, ബിസ്ക്കറ്റുകൾ, ഈവൻ ഫ്രൂട്ട്സ് വരെ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ വളരെ അശ്രദ്ധമായിട്ട് അവിടെ ഇട്ടിട്ട് ഇതാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത, ഈവൻ ആട്ടയിലൊക്കെ പലതരത്തിലും വെള്ളം കയറിയിട്ടും കേടുവന്നിട്ടും പുഴുക്കുത്തായിട്ടും പലതരത്തിൽ, അതായത് ഒരു ശതമാനം ഭക്ഷ്യധാന്യം അല്ലെങ്കിൽ ഭക്ഷ്യ പദാർത്ഥങ്ങൾ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ നശിച്ച് കിടക്കുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഇത്തരം ഒരു അവസരത്തിൽ അവിടെ ജീവൻ നഷ്ടപ്പെട്ട് അവശേഷിക്കുന്ന ആളുകൾ കഴിക്കേണ്ട ഭക്ഷണത്തിനും അവർക്ക് ഉപയോഗിക്കേണ്ട മരുന്നിനും അവരുടെ വസ്ത്രത്തിനും ഒരു പരിമിതിയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ ദിവസം രാവിലെ വളരെ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് എവിടേക്കെങ്കിലും പോകാനുള്ള സിറ്റുവേഷനൊന്നുമല്ല അവിടെയുള്ള ആളുകൾക്ക്. അവർ ജീവൻ നിലനിർത്തി സർവൈവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനിൽ അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ അവിടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടേ ഡംപ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ ഒഴിവാക്കണം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും കൊടുക്കണ്ട എന്നുള്ളതല്ല, നിങ്ങൾക്ക് പറ്റാവുന്ന രൂപത്തിൽ അവിടെ ആവശ്യമുള്ള പദാർത്ഥങ്ങൾ എന്തോ അത് മാത്രം എത്തിച്ചു കൊടുക്കുക. ബാക്കിയുള്ളതെല്ലാം അവർക്ക് വേണ്ടത് ഇപ്പോൾ പൈസയാണ്.
അവർക്കല്ല സത്യത്തിൽ പൈസ വേണ്ടത്. ഈ പൈസ വേണ്ടത് അവിടെ നിങ്ങൾ ഇന്നലെ കണ്ടു 16 മണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ സൈന്യം വലിയൊരു പാലം പണിതു. അതേപോലെ തന്നെ സർക്കാർ മെഷീനറികൾ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്കാർ മെഷീനറികൾ ചലിപ്പിക്കണമെങ്കിൽ അതിന് കാര്യമായ സമ്പത്ത് വേണം. ഈ സ്വത്ത്, അതായത് സർക്കാരിൻ്റെ ഒരു പൊതു ഖജനാവിൽ നിന്ന് ഇതിലേക്ക് ഉപയോഗിക്കേണ്ട സ്വത്തിനൊരു പരിധിയുണ്ട്. അതല്ലാത്ത ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, നാഷണൽ ഡിസാസ്റ്റർ ഫണ്ടുകൾ, ഇത്തരം ഫണ്ടുകളാണ് ഇവിടേക്ക് ഉപയോഗിക്കുന്നത്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത് വെച്ചാൽ അവിടെ അരിയില്ല, അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, ഒരു ഗ്രാമത്തിൽ ഒരു കൂട്ടം ആളുകൾ സംഘടിപ്പിക്കുക, ഒരു ലോറി അരി അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരിക. ഇത് പല ഭാഗത്തു നിന്ന് വരുന്നത്. നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്. ഇതല്ല, ഇത് കേരളം മുഴുവൻ, കേരളത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ, തമിഴ്നാട്ടിൽ നിന്ന്, കർണാടകയിൽ നിന്ന്, പല ഭാഗങ്ങളിൽ നിന്ന് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതവിടെ കുന്നുകൂടിയിട്ട് സത്യം പറഞ്ഞാൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത നമ്മളുടെ ധനവും പൊതുധനവും നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് അവിടേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, അവിടുത്തെ റിക്വയർമെൻറ്റ്സ് മാത്രം മനസ്സിലാക്കിയിട്ട് ജനങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയും, അതല്ലാത്ത ആളുകൾ, ഇപ്പോൾ പല ആളുകളും ഇതൊന്നും കൊടുക്കാൻ പറ്റാത്ത അവിടെ കായികമായിട്ടുള്ള സഹായങ്ങൾക്ക് പോകുന്ന ആളുകളുണ്ട്. അതല്ലാത്ത ആളുകൾ, ഈ രണ്ട് വിധത്തിലും ചെയ്യാൻ പറ്റാത്ത ആളുകൾ, നിങ്ങൾ അത്യാവശ്യം സമ്പാദ്യമുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഡൊണേഷൻ, അതായത് വളരെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡൊണേഷൻസ് ചെയ്യാനുള്ള പല സംവിധാനങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് ഒരു ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ ആ സംസ്ഥാനത്ത് ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് എന്നുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുണ്ട്. ആ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഫണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന പരമാവധി സംഖ്യ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് ഉണ്ട്. അതിന് പുറമെ പലതരത്തിലുള്ള NGOകൾ, നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും, പലതരത്തിലുള്ള NGOകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതിൽ 12A ATG രജിസ്ട്രേഷൻസ് ഉള്ള ധാരാളം സംഘടനകളുണ്ട്. ഉദാഹരണമായിട്ട് സേവാഭാരതിയെ പോലുള്ള ഒരുപാട് സന്നദ്ധ സംഘടനകൾ, എനിക്ക് പേരറിയാവുന്ന ഒരു യൂണിറ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സേവാഭാരതിയെ പോലെ തന്നെ 12A ATG ഒക്കെ ഉള്ള ധാരാളം സന്നദ്ധ സംഘടനകൾ ധാരാളം സഹായങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഘടനകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൊണേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന്, നിങ്ങളൊരു പഴയ സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് 100% എക്സംഷൻസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ നാഷണൽ ഡിസാസ്റ്റർ ഫണ്ടിലേക്കോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ നിങ്ങൾക്ക് സംഭാവന ചെയ്തു കഴിഞ്ഞാൽ പറ്റും. ഇതൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ദേശീയ ദുരന്തങ്ങളെ അവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ വല്ല തരത്തിലുള്ള ഡ്രസ്സോ മരുന്നോ ഭക്ഷ്യസാധനങ്ങളോ കൊടുക്കുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ അവിടുത്തെ അവരുടെ നിലനിൽപ്പിനോ അവരെ മറികടക്കാനുള്ളത് മാത്രം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫണ്ട് ആവശ്യം വരുന്നത് ഇത്തരം ആളുകളുടെ പുനരധിവാസം. ഇത് സർക്കാരിന് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നം. കാരണം വെച്ചാൽ 2 സ്കൂളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 2 സ്കൂളുകൾ പുനർനിർമ്മിക്കണം. അതേപോലെ തന്നെ വീട് നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുടെ കുടുംബങ്ങളുണ്ട്. അവർക്ക് പറ്റിയൊരു സ്ഥലം കണ്ടെത്തിയോടെ വീട് നിർമ്മിച്ചു കൊടുക്കണം. ഇതിനൊക്കെ സർക്കാരിന് ആവശ്യം ഫണ്ടാണ്. ഈ ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെപ്പോലുള്ള ആളുകൾ, അതല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ, ദാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ല ഇൻ്റലിജൻറ്റ് മെത്തേഡ് തിരഞ്ഞെടുക്കണം. അതല്ലാണ്ട് നിങ്ങളുടെ ധനത്തിന് ഏതെങ്കിലും രൂപത്തിൽ ഞാനവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് കുറേ തരത്തിൽ എന്തെങ്കിലും മെറ്റീരിയൽ അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ട് അത് വേസ്റ്റ് ആക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കണം. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ട് പ്രവർത്തിച്ച് നമ്മളുടെ ഇൻകത്തിൽ നിന്ന് ഒരു ഭാഗം, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ബെനിഫിറ്റാണ്. അതായത് നമ്മൾ ഒരു ദാനധർമ്മം ചെയ്തു, നമ്മൾ ഇത്തരത്തിലുള്ളൊരു ദുരന്ത ഭൂമിയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം, സാമ്പത്തികമായിട്ടുള്ള കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്തു എന്നുള്ളത് ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്നത് സാധാരണ ആളുകൾക്ക് വലിയൊരു സംഖ്യ ടാക്സ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അവസാനം ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി ഓടി നടക്കുന്ന ആൾക്കാർ, കാരണം വെച്ചാൽ മാർച്ചിൽ ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി ഓടി നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് നിങ്ങളൊരു എക്സസ് എമൗണ്ട് ടാക്സ് അടയ്ക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ, ആ ടാക്സ് അടയ്ക്കുന്ന ഒരു സംഖ്യയ്ക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ഡൊണേഷൻ നടത്തുക. ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കോ നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് ഏതെങ്കിലും, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫണ്ട്, അവിടെ ആ ഒരു പ്രദേശത്തേക്ക് ഫണ്ട് എത്താൻ സാധ്യതയുണ്ട് എന്ന് കാണുന്ന ഈവൻ NGOs ആണെങ്കിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞ സേവാഭാരതിയെ പോലുള്ള NGOs ആണെങ്കിൽ പോലും ഇത്തരം ആളുകളിലേക്ക്, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് നിങ്ങൾ മാക്സിമം ഡൊണേഷൻസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാക്സ് അവിടെ അടയ്ക്കുന്നത് സേവ് ചെയ്യാം. ഒറ്റ കാര്യമല്ല വെച്ചാൽ നിങ്ങൾ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ പോലും ആ സംഖ്യ പോകുന്നത് ഈ പറഞ്ഞ പോലുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോമൺ ഫണ്ടിലേക്ക് ഇത് മാറ്റാണ്ട് ഇത്തരം ഒരു ആവശ്യത്തിന് ഇത് പെർട്ടിക്കുലർലി ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് നിങ്ങളുടെ
നിങ്ങൾ ഓൾഡ് സ്കീം ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സെക്ഷൻ 80G2 എന്നൊരു സബ്സെക്ഷനിലാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഡൊണേഷൻസിന് എക്സെപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ടാക്സബിൾ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപ സംഭാവന കൊടുക്കുകയാണെങ്കിൽ ബാക്കി 9 ലക്ഷം രൂപയ്ക്ക് മാത്രം നിങ്ങൾ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നികുതി ഇവിടെ സേവ് ചെയ്യാൻ പറ്റും. ആ നികുതി സേവ് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ഇത്തരം വലിയൊരു പ്രവർത്തനത്തിൽ, കാരണം തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മലയാളികളെല്ലാം ഒത്തൊരുമിച്ച് ആ ഒരു ദുരന്തത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ട സഹായം ചെയ്യേണ്ട ആളുകൾ തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ അത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചെറിയൊരു ആനുകൂല്യം കൂടി കിട്ടുകയാണെങ്കിൽ ആ ആനുകൂല്യങ്ങളും കൂടി ഉപയോഗപ്പെടുത്തി നിങ്ങളിപ്പോൾ ചെയ്യുന്നത് 10,000 രൂപ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ബെനിഫിറ്റ് എനിക്ക് കിട്ടും, ഞാൻ വലിയൊരു സംഖ്യ ടാക്സ് അടയ്ക്കുന്നതാണെങ്കിൽ ആ 10,000 എന്നുള്ളത് 1 ലക്ഷമോ 2 ലക്ഷമോ ആക്കിയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന വലിയൊരു സംഖ്യ തന്നെ ഈ ഒരു ഉദ്യമത്തിലേക്ക് ചെയ്യണം. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ സർക്കാരിൻ്റെ മെഷീനറി ചലിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ഇതിൻ്റെ കൂടെ ഭാഗവാക്കാവണം. എന്തായാലും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടാത്ത ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ദുരന്തമുഖത്തുണ്ട്. ഒരുപാട് ആളുകളെ തിരഞ്ഞു കിട്ടാനുണ്ട്. എന്തായാലും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെടാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.